നെക്സ്റ്റ് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്ന ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പ്രോബ്ലം തന്നെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ആണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഒറിജിനൽ ഡയമെൻഷൻസ് നമ്മൾ വരയ്ക്കാൻ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 50 mm ആണ് നിങ്ങളുടെ സ്ക്വയറിന്റെ ലെങ്ത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്യൂബിന്റെ ലെങ്ത് എന്നുണ്ടെങ്കിൽ ആ 50യെ ഐസോമെട്രിക് സ്കെയിലിട്ട് ആ ഡയമെൻഷൻ എത്രയാണോ കിട്ടുന്നത് ആ ഡയമെൻഷൻ വേണം യൂസ് ചെയ്യാനായിട്ട്. കണ്ടോ ഇപ്പോൾ 50 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 41 കിട്ടും. ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. നമ്മൾ 50 mm ഐസോമെട്രിക് സ്കെയിൽ വരയ്ക്കണമെങ്കിൽ 50 mm ഹൊറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒരു 15 ഡിഗ്രി ലൈൻ വരയ്ക്കുക, ഇവിടെ നിന്ന് ഒരു 45 ഡിഗ്രി ലൈൻ വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിളിൽ ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ളത് ഒറിജിനൽ ഡയമെൻഷനും ഈ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത് ഐസോമെട്രിക് പ്രൊജക്ഷന്റെ ഡയമെൻഷനുമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 50 mm ആണെങ്കിൽ 41 mm ആണ് നിങ്ങളുടെ ഐസോമെട്രിക് പ്രൊജക്ഷന്റെ ഡയമെൻഷൻ. വേറെ 30 mm ആണെങ്കിൽ ഐസോമെട്രിക് പ്രൊജക്ഷന്റെ ഡയമെൻഷൻ 24 mm ആണ്. അത് കിട്ടാനായിട്ടൊന്നുമില്ല, ഈ ലൈനിന് പാരലൽ ആയിട്ട് ലൈൻ വരച്ചാൽ മതി ഈ 30 mm ഡിസ്റ്റൻസ്. ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ് നമ്മളത്. അപ്പോൾ നിങ്ങൾക്ക് ഐസോമെട്രിക് പ്രൊജക്ഷൻ സ്കെയിൽ വരയ്ക്കാൻ പറ്റും. ആ സ്കെയിൽ വരച്ചതിന് ശേഷം നെക്സ്റ്റ് വാട്ട് യു നീഡ് ടു ഡു ഇസ് ഈ ഡയമെൻഷൻസ് യൂസ് ചെയ്ത് വേണം നമ്മൾ ഇനി ഫർദർ വരയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു, നേരത്തെ വരച്ച അതേ രീതി ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. വരച്ചതിന് ശേഷം ഒരു 30 ഡിഗ്രി ലൈൻസ് ഓക്കെ പ്രൊട്രാക്ടർ എടുക്കുന്നു. 30 ഡിഗ്രി ലൈൻ ഇങ്ങോട്ട് വരച്ചു, 30 ഡിഗ്രി ലൈൻ ഇവിടെ നിന്ന് വരച്ചു. ഓക്കെ, അത് വരച്ചതിന് ശേഷം അതിൽ 41 mm മാർക്ക് ചെയ്തു. ഇതിൽ 41 mm ആണ് ക്യൂബിന്റെ സൈഡ് വരുന്നത്, അത് മാർക്ക് ചെയ്തു. ഞാൻ ഡയമെൻഷൻ എടുത്ത് കാണിക്കാം. 41 mm നിങ്ങൾക്ക് കാണാം. ഓക്കെ, അതിനുശേഷം ഇവിടെയും 41 mm എടുത്ത് വരച്ചു. ഓക്കെ, 41 mm എടുത്ത് വരച്ചതിന് ശേഷം എനിക്ക് ഇതിന് പേര് കൊടുക്കാം. ഞാൻ ഇതിന് പേര് B1 ആണ് കൊടുക്കുന്നത്. താഴത്തെ പോയിന്റ് B1 ആണല്ലോ. സോ ഇതെന്ന് പറയുന്നത് ദിസ് ബിക്കംസ് C1 ആൻഡ് ദിസ് ബിക്കംസ് A1. ഓക്കെ, ഇനി അടുത്ത് എനിക്ക് D1 മാത്രമേ മാർക്ക് ചെയ്യാനുള്ളൂ. അതിന് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ A1 ൽ നിന്ന് വേണമെങ്കിൽ 41 mm ഒരു ആർക്ക് കട്ട് ചെയ്യാം. അതുപോലെ C1 ൽ നിന്നും ഒരു 41 mm ആർക്ക് കട്ട് ചെയ്യാം. ഇത് മീറ്റ് ചെയ്യും ഒരു പോയിന്റിൽ. ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ D1 എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, സോ ഈ ആർക്ക് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഞാൻ എടുക്കുകയാണ്. കണ്ടോ, ആർക്ക് രണ്ടും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ആണ് എന്റെ D1 എന്ന് പറയുന്ന പോയിന്റ്. സോ ജോയിൻ ചെയ്യാം റിമൈനിങ് പോയിന്റ്സുമായിട്ട്. എന്നിട്ട് ആ ആർക്ക് അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് D1 എന്ന് പറയുന്ന ഈ പോയിന്റ് കിട്ടിക്കഴിഞ്ഞു. A1 B1 C1 D1 ആയി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട എന്താ, ഇവിടെ നിന്ന് 41 mm ഹൈറ്റ് എല്ലാ പോയിന്റ്സിനും കൊടുക്കുക. ഇവിടെ നിന്ന് 41 കൊടുക്കുക, ഇവിടെ നിന്നും 41 കൊടുക്കുക, ഇവിടെ നിന്നും 41 കൊടുക്കുക, ഇവിടെ നിന്നും 41 കൊടുക്കുക. A1 B1 C1 D1 കൊടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് ദിസ് ഇസ് A, ദിസ് ഇസ് B, ദിസ് ഇസ് C, ഇത് C ആണ്, ആൻഡ് ദിസ് ഇസ് D. ഓക്കെ, എന്നിട്ട് നമുക്ക് ഈ ഒരു ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതായി. ഇനി നമുക്ക് ആ സർക്കിളും കൂടി വരയ്ക്കാനുള്ളൂ. ആ സർക്കിൾ വരയ്ക്കുമ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ സർക്കിൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പറയാം. ആദ്യം ഇതിന്റെ സെന്റർ മാർക്ക് ചെയ്യുക. ഈ ഫേസിന്റെ സെന്റർ മാർക്ക് ചെയ്തു. എന്നിട്ട് നേരത്തെ ഐസോമെട്രിക് വ്യൂവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ എന്താ വ്യത്യാസം നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ സർക്കിളിന്റെ ഡയമീറ്റർ എത്രയാണ്? 30 ആണ്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് 15 mm. ഈ 15 mm നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 0.816 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 15 mm എന്ന് പറയുന്ന റേഡിയസിനെ 0.816 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 15 into 0.816 15 into 0.816 എനിക്ക് ചെയ്യുമ്പോൾ 12.24 ആണ് എനിക്ക് കിട്ടുന്നത്. സോ ആ 12.24 ആണ് ഞാൻ ഇവിടെ നിന്ന് എടുക്കേണ്ട ഡിസ്റ്റൻസ്. ഓക്കെ, 12.24 ഞാൻ റൈറ്റ് സൈഡിൽ എൻട്രി ചെയ്താൽ കാണാം 12.24 കേട്ടോ. 12.24 കണ്ടോ, കാണുന്നില്ലേ? എന്നിട്ട് എൻട്രി കൊടുക്കുക. എന്നിട്ട് ഞാൻ ആ ഡിസ്റ്റൻസ് ഒന്ന് മാർക്ക് ചെയ്യാം. 12.24 അത് ലീസ്റ്റ് കൗണ്ട് കാണിക്കാത്തതാണ് കേട്ടോ. 12.24 ആണ് കറക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൻസ് ഈ സെന്ററിൽ നിന്ന് മെഷർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടത് ഇതിന്റെ ആക്ച്വൽ റേഡിയസ് എത്രയാണ്? 15 അല്ലേ? ആ ആക്ച്വൽ റേഡിയസ് എടുത്ത് ഒരു സർക്കിൾ വരയ്ക്കാം കേട്ടോ. ആക്ച്വൽ റേഡിയസ് 15 ആണ്. സോ 15 ടൈപ്പ് ചെയ്ത് ഒരു സർക്കിൾ വരയ്ക്കാം. കണ്ടോ, 15 ടൈപ്പ് ചെയ്ത് സർക്കിൾ വരച്ചപ്പോൾ അതും കണ്ടോ ഈ സെന്റർ ഇവിടെ നിന്നുള്ള നമ്മൾ 12 എടുത്ത് അതിന് താഴേക്ക് നിങ്ങളുടെ സർക്കിളിന്റെ പോർഷൻ കൊണ്ട് വരും. ഇതാണ് നിങ്ങൾ ഐസോമെട്രിക് പ്രൊജക്ഷനിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അതായത് ഈ സെന്ററിൽ നിന്ന് ഈ സ്ക്വയറിന്റെ സെന്ററിൽ നിന്ന് എടുക്കേണ്ട ഹൈറ്റ് അത് റേഡിയസ് അല്ല, അത് 0.816 റേഡിയസ് ആണ് എടുക്കേണ്ടത്. 12.24 എന്നിട്ട് അതിനെ സെന്റർ ആക്കിക്കൊണ്ട് നിങ്ങൾ ഒരു സർക്കിൾ വരയ്ക്കണം. ആ സർക്കിളിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആക്ച്വൽ റേഡിയസ് ആയിരിക്കും. 15 ആണ്. സോ ഇതാണ് നിങ്ങളുടെ ഐസോമെട്രിക് പ്രൊജക്ഷൻ ഓഫ് എ ക്യൂബും ഒരു അതുപോലെ തന്നെ ഒരു സ്ഫിയറും.